നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ ജനറൽ നോളജ് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ചർച്ച ചെയ്തു പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയ ഒരു പ്രധാനപ്പെട്ട പാഠഭാഗമാണ്. ആദ്യമായിട്ട് നമുക്ക് വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട നിയമങ്ങൾ പഠിച്ചു വയ്ക്കണം. ഇന്ത്യയിൽ എന്നാണ് വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ പറയേണ്ടത് 1972 1972 ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം. അപ്പോൾ നമ്മളോട് ചോദിക്കും, എന്നാണ് ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ പറയുക 1972. ഇനി മറക്കരുത്, ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1972. അടുത്തത്, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷമോ? അപ്പോൾ ആദ്യം വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നു. രണ്ടാമത് വനസംരക്ഷണ നിയമം നിലവിൽ വരികയാണ്. വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1980. ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം എന്ന് ചോദിച്ചാൽ പറയുക 1980 ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്നത്. അപ്പോൾ ആദ്യം പഠിച്ചത് വന്യജീവി സംരക്ഷണ നിയമം, രണ്ടാമത് പഠിച്ചത് വനസംരക്ഷണ നിയമം. അടുത്ത പഠിക്കാൻ പോകുന്നത് പരിസ്ഥിതി സംരക്ഷണ നിയമം. 6 വർഷങ്ങൾക്ക് ശേഷം, വനസംരക്ഷണ നിയമം കഴിഞ്ഞ് 6 വർഷങ്ങൾക്ക് ശേഷം 1986 പരിസ്ഥിതി സംരക്ഷണ നിയമവും നിലവിൽ വരും. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1972. വന സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1980. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. ക്ലിയർ ആയേ? ഈ 3 നിയമങ്ങളും പഠിച്ചു വയ്ക്കാൻ പറ്റുന്നുണ്ടേ? എളുപ്പമാണേ. ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിലേക്ക് ആവർത്തിക്കുക. വന്യജീവി സംരക്ഷണ നിയമം പറഞ്ഞേ, 72. 1980 ഏത് നിയമമായിരുന്നു? വനസംരക്ഷണ നിയമമായിരുന്നു. പരിസ്ഥിതി സംരക്ഷണ നിയമത്തിൻ്റെ വർഷം ഒന്ന് പറഞ്ഞേ, 1986. ക്ലിയർ. നോക്കൂ, ഇന്ത്യയിലെ ദേശീയ ഉദ്യാനങ്ങളെ പറ്റി പഠിക്കാം. ഇന്ത്യയിലെ ആകെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത് 106 ദേശീയോദ്യാനങ്ങളാണ്. ദേശീയോദ്യാനങ്ങളുടെ എണ്ണം കുറച്ച് കഴിയുമ്പോൾ മാറ്റം സംഭവിക്കാം. പുതുതായി ഏതെങ്കിലും ദേശീയോദ്യാനങ്ങൾ വന്നു കഴിഞ്ഞാൽ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം മാറാം. നമ്മൾ 2023 കണക്ക് പ്രകാരമാണ് പറയുന്നത്. ഇന്ത്യയിലെ ആകെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 106. ഈ 106 ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം. അപ്പോൾ ഇന്ത്യയിൽ ആകെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 106 ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ പറയുക മധ്യപ്രദേശ്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ദേശീയോദ്യാനങ്ങളുണ്ടോ? ഇല്ല. ദേശീയോദ്യാനമില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഒരെണ്ണമുണ്ട്, അയാളാണ് പഞ്ചാബ്. അപ്പോൾ പഞ്ചാബ് സംസ്ഥാനത്ത് ദേശീയോദ്യാനങ്ങളൊന്നും തന്നെ കാണപ്പെടുന്നില്ല. അപ്പോൾ ദേശീയോദ്യാനങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക പഞ്ചാബ് എന്നാണ്. 3 പോയിന്റുകൾ ഒരിക്കൽ കൂടി പഠിച്ച് പറഞ്ഞങ്ങ് പോകാം. ഇന്ത്യയിലെ ആകെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 106. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. ദേശീയോദ്യാനങ്ങളില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. ഓക്കെ ആണേ? ക്ലിയർ അല്ലേ? ബാക്കി നോക്കുക. ഈ പറഞ്ഞു ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ പറയുക അത് ആൻഡമാൻ നിക്കോബാർ ആണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണെങ്കിൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരുണ്ട്, ലഡാക്ക്, പിന്നെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആൻഡമാനിലാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ളത്. അപ്പോൾ ആൻഡമാൻ നിക്കോബാറും കൂടെ വരണം. അപ്പോൾ ആൻഡമാൻ നിക്കോബാർ, ജമ്മു കാശ്മീർ, ലഡാക്ക് ഇവയാണ് ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഓക്കെ ആണേ? അപ്പോൾ ഇന്ത്യയിലെ ആകെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 106. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. ദേശീയോദ്യാനങ്ങളില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ്. ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ജമ്മു കാശ്മീരും ലഡാക്കും പിന്നെ നമ്മൾ പഠിച്ച ആൻഡമാൻ നിക്കോബാറുമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യ ദേശീയോദ്യാനം ഏത്?
ജിം കോർബറ്റ് ദേശീയോദ്യാനം. നദികളെ പറ്റി പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമെന്ന് പറഞ്ഞു. ഇതാ പഠിക്കുന്നു. ഇന്ത്യയിലെ ആദ്യ ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ പറയുക ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യ ദേശീയോദ്യാനം. ഓക്കെ, എങ്കിൽ ജിം കോർബറ്റ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ പറയുക ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ദേശീയോദ്യാനമായ ജിം കോർബറ്റ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ്. ഈ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്ന ജീവി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടുവയാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്ന ജീവി എന്ന് പറയുന്നത്. അപ്പോൾ കടുവ ആണ് ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി എന്ന് പഠിക്കുമ്പോൾ അതുമായി ചേർത്ത് പഠിച്ചു വയ്ക്കുക ഇന്ത്യയിൽ ആദ്യമായി പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച സംസ്ഥാനം ദേശീയോദ്യാനം ഏത്. ഇന്ത്യയിൽ ആദ്യമായി പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച ദേശീയോദ്യാനം ചോദിച്ചാലും പറയുക ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ്. സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരാഖണ്ഡിലാണല്ലോ, അപ്പോൾ ഉത്തരാഖണ്ഡ് എന്ന് പറയുക. ഒക്കെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ദേശീയോദ്യാനം ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ്. സംരക്ഷിക്കപ്പെടുന്ന മൃഗം കടുവയാണ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച ദേശീയോദ്യാനവും ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ്. ക്ലിയർ? സെറ്റാണ്. രണ്ടാമത് ഞാൻ ആവർത്തിച്ച സമയത്ത് എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലേക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ, മനസ്സിൽ പറയാൻ പറ്റണം. അപ്പോൾ അത്രയും ശ്രദ്ധ കൊടുത്ത് വേണം ക്ലാസ്സിലിരിക്കാൻ. ഇതൊന്നും നമ്മളിനി രണ്ടാമത് കുറച്ചധികം സമയമെടുത്ത് പഠിക്കേണ്ട. ഇനി ഒരൊറ്റ വായനയിലൂടെ എല്ലാം നമ്മുടെ മനസ്സിൽ തറവാവണം. ആ രീതിക്ക് പഠിച്ചു പോകണം. ഓക്കെയാണേ? ശരി, പോകാം അടുത്ത സ്ലൈഡിലേക്ക്. നോക്കുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത്? ആദ്യത്തെ നമ്മൾ പഠിച്ചു ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് ആദ്യ ദേശീയോദ്യാനമെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് ദേശീയോദ്യാനമാണ്. ഹെമിസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലാണ്. അപ്പോൾ ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന ഹെമിസ് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. ഏറ്റവും വലിയ ദേശീയോദ്യാനം പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും ചെറിയ ദേശീയോദ്യാനവും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം സൗത്ത് ബട്ടൺ ഐലൻഡ് എന്ന് പറയുന്ന ദേശീയോദ്യാനമാണ്. ഈ സൗത്ത് ബട്ടൺ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും ചെറിയ ദേശീയോദ്യാനവും പഠിച്ചു. ഏറ്റവും വലുതൊന്ന് പറഞ്ഞേ, ഉറച്ചു പറ. ഹെമിസ് ദേശീയോദ്യാനം. എവിടെയാണ് ഹെമിസ് ദേശീയോദ്യാനം? ലഡാക്കിലാണ് ഹെമിസ് ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഏതാണ് ദേശീയോദ്യാനം? സൗത്ത് ബട്ടൺ ഐലൻഡ് ആണ് ആ ദേശീയോദ്യാനം. സെറ്റല്ലേ? എങ്കിൽ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക്, കടലിലെ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നാഷണൽ പാർക്ക് എന്ന് ചോദിച്ചാൽ പറയുക ഗൾഫ് ഓഫ് കച്ച്. ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച് ആണ് ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക്. ഓക്കെയാണേ? അപ്പോൾ ഏറ്റവും ആദ്യത്തേത് ഏതായിരുന്നു? ജിം കോർബറ്റ് ആയിരുന്നു. ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിലാണ്. കടുവയെ സംരക്ഷിക്കുന്നു. പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ചു. ഏറ്റവും വലുത് ഹെമിസ് ലഡാക്കിലാണ്. ഏറ്റവും ചെറുത് സൗത്ത് ബട്ടൺ ഐലൻഡ് ആൻഡമാൻ നിക്കോബാറിലാണ്. ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് ഗൾഫ് ഓഫ് കച്ചിലാണ്, ഗുജറാത്തിലാണ്. ക്ലിയർ അല്ലേ? ഓക്കെയാണേ? ശരി, അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം ഏത്? ലോകത്തിൽ ഒഴുകുന്ന ഒരേ ഒരു ദേശീയോദ്യാനത്തിൻ്റെ പേര് കേബിൾ ലംജാവോ ദേശീയോദ്യാനം എന്നാണ്. അവിടെ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം സസ്യം, ഒരു ചെടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് അതിങ്ങനെ ഒഴുകുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ ലോകത്തിലെ ഒരേ ഒരു ദേശീയോദ്യാനം കേബിൾ ലംജാവോ ദേശീയോദ്യാനമാണ്. കേബിൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഒഴുകുന്ന ദേശീയോദ്യാനം ചോദിച്ചാൽ പറയുക കേബിൾ ലംജാവോ ദേശീയോദ്യാനമാണ്. അത് മണിപ്പൂരിലാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നല്ലൊരു ചോദ്യമാണ്, റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ജംഗിൾ ബുക്ക് എന്ന കഥയ്ക്ക് പശ്ചാത്തലമായ ദേശീയോദ്യാനം. ജംഗിൾ ബുക്ക് എന്ന കഥ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് പണ്ട്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ബാലരമയിലൊക്കെ നമ്മൾ വായിക്കും, അല്ലെങ്കിൽ സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലെ, ജംഗിൾ ബുക്ക് സിനിമ. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് കുറേ ജീവികളൊക്കെ ഉള്ളൊരു കാടാണ്. അപ്പോൾ അത് ഏത് ദേശീയോദ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക കൻഹ ദേശീയോദ്യാനം. മധ്യപ്രദേശിലെ കൻഹ ദേശീയോദ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ ജംഗിൾ ബുക്ക് എന്ന കഥയ്ക്ക് പശ്ചാത്തലമായിട്ടുള്ള ദേശീയോദ്യാനം. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ പഠിക്കുക. ഒന്ന്, ജംഗിൾ ബുക്ക് എഴുതിയത് ആരാണ്? ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന കഥ എഴുതിയ ആളാണ് ഈ പറയുന്ന വ്യക്തി, റുഡ്യാർഡ് കിപ്ലിങ്. അതിന് പശ്ചാത്തലമായ ദേശീയോദ്യാനം കൻഹ ദേശീയോദ്യാനം.
കൻഹ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. 3-4 ക്വസ്റ്റ്യൻ. ജംഗിൾ ബുക്ക് എഴുതിയതാര്? റുഡ്യാർഡ് കിപ്ലിംഗ്. അതിന് പശ്ചാത്തലമായ ദേശീയോദ്യാനം കൻഹ. കൻഹ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം ഏതായിരുന്നു? കേബിൾ ലെംചാവോ ദേശീയോദ്യാനം, മണിപ്പൂർ. സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ കേരള കർണാടക സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ദേശീയോദ്യാനം ഏത്? കേരള കർണാടക സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ദേശീയോദ്യാനം ഏത്? അത് മുതുമലൈ ദേശീയോദ്യാനമാണ്. തമിഴ്നാട്ടിലെ മുതുമലൈ ദേശീയോദ്യാനം. അപ്പോൾ മുതുമലൈ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാടിൻ്റെ അധികാര പരിധിയിലാണ് മുതുമലൈ വരുന്നത്. പക്ഷേ കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ഈ പറയുന്ന മുതുമലൈ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെയാണേ? ഓക്കെ അല്ലേ? ശരി. അങ്ങനെയാണെങ്കിൽ മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ പറയുക ഒറാങ് ആണ്. അപ്പോൾ കാസിരംഗ എന്താ? കാസിരംഗ മറ്റൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. ഓക്കെ. അപ്പോൾ മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചാൽ പറയുക ഒറാങ് ആണ്. മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത് ഒറാങ് ആണ്. ഒറാങ് ദേശീയോദ്യാനം അറിയപ്പെടുന്ന പേരാണ് മിനി കാസിരംഗ. സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഒറാങ് ആണ്. സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ഓക്കെയാണേ? എന്നാൽ വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചാൽ പറയുക തഡോബ ദേശീയോദ്യാനം. എവിടെയാണെന്ന് ചോദിച്ചാൽ പറയുക മഹാരാഷ്ട്ര. അപ്പോൾ വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം തഡോബ ദേശീയോദ്യാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര. നമ്മളുടെ മുഖത്ത് നമ്മളറിയാതെ ഇപ്പോൾ ചെറിയൊരു ചിരി വരും, സന്തോഷം വരും. കാരണം എന്താ? നമ്മൾ കണ്ട PYQ ക്വസ്റ്റ്യൻ. PYQ ക്വസ്റ്റ്യൻ എവിടെ കണ്ടാലും നമുക്ക് സന്തോഷമാണ്. കാര്യം എന്താ? നമ്മൾ പോകുന്നത് കറക്റ്റ് ട്രാക്കില്ല. അതുകൊണ്ടല്ലേ PYQ വരുന്നത്. അപ്പോൾ ഈ PYQ ഇതുപോലെ ഇതിൻ്റെ അതേ മോഡലിൽ നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ? തഡോബ ഏത് സംസ്ഥാനത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് ഒറാങ് എവിടെയാണെന്ന് ചോദിച്ചുകൂടാ? ചോദിക്കാം. ഏത് ചോദിച്ചാലും നമ്മളിനി പറയും. പ്രധാനപ്പെട്ട ഏത് ദേശീയോദ്യാനം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മളിനി പറയും. ആ രീതിയിൽ നമ്മളിനി പഠിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം തഡോബ ദേശീയോദ്യാനമാണ്. മഹാരാഷ്ട്രയിലാണ്. നമ്മുടെ PYQ ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മണൽ സമുദ്രം എന്ന വിശേഷണമുള്ള ദേശീയോദ്യാനം ഏത്? മണൽ സമുദ്രം എന്ന വിശേഷണമുള്ള ദേശീയോദ്യാനമാണ് ഡെസേർട്ട് ദേശീയോദ്യാനം, രാജസ്ഥാൻ. രാജസ്ഥാനിലെ ഡെസേർട്ട് ദേശീയോദ്യാനമാണ് മണൽ സമുദ്രം എന്ന വിശേഷണമുള്ള ദേശീയോദ്യാനം. ഡെസേർട്ട് ദേശീയോദ്യാനം. ഓക്കെ. അപ്പോൾ രാജസ്ഥാനിലെ ഡെസേർട്ട് ദേശീയോദ്യാനമാണ് മണൽ സമുദ്രം എന്ന വിശേഷണമുള്ള ദേശീയോദ്യാനങ്ങൾ. ഓക്കെയാണേ? അപ്പോൾ ചില ദേശീയോദ്യാനങ്ങളുടെ പ്രത്യേകതകളും ചിലതിൻ്റെയൊക്കെ എന്താണ് അപരനാമങ്ങൾ അല്ലെങ്കിൽ അറിയപ്പെടുന്ന മറ്റു പേരുകളൊക്കെയാണ് പഠിച്ചത്. എളുപ്പമുള്ള പോയിന്റുകളാണ്. ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കാം. കൂടെ പറഞ്ഞു പോകണം. ഓക്കെ. അപ്പോൾ പറയൂ. എന്താണ് ജിം കോർബറ്റ്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതായിരുന്നു? പറഞ്ഞേ. ജിം കോർബറ്റ് ദേശീയോദ്യാനമായിരുന്നു അല്ലേ? ജിം കോർബറ്റ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പറഞ്ഞേ. ഉത്തരാഖണ്ഡാണ്. ജിം കോർബറ്റിലെ മൃഗം പറഞ്ഞേ. കടുവയാണ്. പ്രോജക്റ്റ് ടൈഗർ ജിം കോർബറ്റിലാണ്. നമ്മൾ 2-3 തവണ റിപ്പീറ്റ് ചെയ്തു, അതുകൊണ്ട് അത് മതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് ദേശീയോദ്യാനം, ലഡാക്ക്. ഏറ്റവും ചെറുത് പറഞ്ഞടാ. സൗത്ത് ബട്ടൺ ഐലൻഡ് എവിടെയാ? ആൻഡമാൻ നിക്കോബാർ. അടുത്ത മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണടെ? ഗൾഫ് ഓഫ് കച്ച്, ഗുജറാത്തിലാണ്. ഓക്കെയാണേ? എങ്കിൽ ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം പറ. കേബിൾ ലെംചാവോ. ഒന്നും കൂടെ പറ. കേബിൾ ലെംചാവോ. എവിടെയാണ് കേബിൾ ലെംചാവോ? മണിപ്പൂരിലാണ്. എങ്കിൽ ജംഗിൾ ബുക്ക് എഴുതിയതാരാടെ? ജംഗിൾ ബുക്ക് എഴുതിയത് റുഡ്യാർഡ് കിപ്ലിംഗ്. ഈ ജംഗിൾ ബുക്കിന് പശ്ചാത്തലമായ ദേശീയോദ്യാനം പറ. കൻഹ എവിടാ? മധ്യപ്രദേശ്. കേരളം കർണാടക സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ദേശീയോദ്യാനമാണ് മുതുമലൈ ദേശീയോദ്യാനം. മുതുമലൈ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. ഓക്കെയാണ്? ശരി. അങ്ങനെയാണെങ്കിൽ മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? അത് ഒറാങ് ദേശീയോദ്യാനമാണ്. ആസാമിലെ ഒറാങ് ദേശീയോദ്യാനമാണ് മിനി കാസിരംഗ എന്നറിയപ്പെടുന്നത്. വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം തഡോബ ദേശീയോദ്യാനമാണ്. മഹാരാഷ്ട്രയിലാണ് തഡോബ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. PYQ ക്വസ്റ്റ്യൻ. എങ്കിൽ മണൽ സമുദ്രം എന്ന വിശേഷണമുള്ള ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ പറയുക ഡെസേർട്ട് ദേശീയോദ്യാനം. രാജസ്ഥാനിലെ ഡെസേർട്ട് ദേശീയോദ്യാനമാണ് മണൽ സമുദ്രം എന്ന വിശേഷണമുള്ള ദേശീയോദ്യാനം. ഓക്കെ. സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ക്ലിയർ ആയല്ലോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് മനസ്സിൽ ക്വസ്റ്റ്യനുകൾ പറയുമ്പോൾ ഉത്തരങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ടല്ലോ. ശരി. അടുത്തത് ഇന്ത്യയിലെ പ്രധാന ദേശീയോദ്യാനങ്ങളും അവിടെ അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെയാണ്?
അപ്പോൾ ഇത് നോക്കുക, ഇത്രയും ദേശീയോദ്യാനങ്ങൾ നമുക്ക് പഠിക്കണം. അപ്പോൾ ഇത്രയും എണ്ണം കൂടെ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് തിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ പേറായിട്ട് പഠിച്ച് പോവുകയാണ്. ഈ പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് അതിൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്കത് എവിടെയാണെന്ന് ഓർമ്മ വരണം കേട്ടോ. നിങ്ങളിത് കണ്ട് പേടിക്കേണ്ട, നമുക്കിതിനൊക്കെ ഒരു കുറച്ചും കൂടി എളുപ്പവഴി നമുക്ക് പഠിക്കാം. ഇപ്പോഴല്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്. ഓക്കെ ആണേ? ശരി, നോക്കിക്കൊള്ളുക. നമ്മൾ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദേശീയോദ്യാനമാണ് സുൽത്താൻപൂർ ദേശീയോദ്യാനം. അപ്പോൾ നമ്മളോട് ചോദിക്കും, സുൽത്താൻപൂർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പറയുക ഹരിയാന. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗിർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പറയുക ഗുജറാത്തിലാണ്. ഓക്കെ ആണേ? അപ്പോൾ ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് സുൽത്താൻപൂർ എന്ന് പറയുന്നത്. ഗിർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പറയുക എവിടെയെന്ന് പറയുക ഗുജറാത്തിൽ എന്ന് പറയുക. ഓക്കെ, ശരി, അടുത്ത നോക്കുക. അടുത്തത് മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന 3 ദേശീയോദ്യാനങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. മഹാരാഷ്ട്ര ഏതൊക്കെയുണ്ട്? സഞ്ജയ് ഗാന്ധി ദേശീയോദ്യാനം, തഡോബ ദേശീയോദ്യാനം, ചന്ദോലി ദേശീയോദ്യാനം. ഇത് 3 സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, സഞ്ജയ് ഗാന്ധി ദേശീയോദ്യാനം, തഡോബ ദേശീയോദ്യാനം, ചന്ദോലി ദേശീയോദ്യാനം. ഇത് 3 സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ദേശീയോദ്യാനങ്ങൾ പറയൂ. സഞ്ജയ് ഗാന്ധി ദേശീയോദ്യാനം, തഡോബ ദേശീയോദ്യാനം, ചന്ദോലി ദേശീയോദ്യാനം. അതായത് ഈ തഡോബ ദേശീയോദ്യാനം നമ്മുടെ PYQ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ PYQ തഡോബയ്ക്ക് പകരം ചിലപ്പോൾ ചന്ദോലി ആയിരിക്കും ഇനി ചോദിക്കാൻ പോകുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ആദ്യം പഠിച്ച 2 നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നമുക്കിങ്ങനെ ജോഡിയായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സുൽത്താൻപൂർ എവിടെയായിരുന്നു? സുൽത്താൻപൂർ ഹരിയാന. ഗിർ എവിടെയായിരുന്നു? ഗുജറാത്ത്. അത് രണ്ടും ഒരുമിച്ച് പഠിച്ചേ. സുൽത്താൻപൂർ ഹരിയാന, ഗിർ ഗുജറാത്ത്. ഒന്നും കൂടെ പറ. സുൽത്താൻപൂർ ഹരിയാന, ഗിർ ഗുജറാത്ത്. സഞ്ജയ് ഗാന്ധി, തഡോബ, ചന്ദോലി മഹാരാഷ്ട്ര. പറഞ്ഞേ, സഞ്ജയ് ഗാന്ധി, തഡോബ, ചന്ദോലി മഹാരാഷ്ട്ര. ഒന്നും കൂടെ പറഞ്ഞേ. സഞ്ജയ് ഗാന്ധി, തഡോബ, ചന്ദോലി മഹാരാഷ്ട്ര. ഓക്കെ, അടുത്തത് മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദേശീയോദ്യാനങ്ങളാണ് കേട്ടോ, എല്ലാം പറഞ്ഞിട്ടില്ല. പ്രധാന ദേശീയോദ്യാനങ്ങൾ: മാധവ്, പെഞ്ച്, കൻഹ, കുനോ, സത്പുര. ഓക്കെ, ഏതൊക്കെയാണ്? മാധവ്, പെഞ്ച്, കൻഹ, കുനോ, സത്പുര. മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളാണിവ. മാധവ്, പെഞ്ച്, കൻഹ, കുനോ, സത്പുര. മധ്യപ്രദേശ്. ഒരിക്കൽ കൂടി പറയാം: മാധവ്, പെഞ്ച്, കൻഹ, കുനോ, സത്പുര. ഓക്കെ, നമ്മളിത് ആവർത്തിച്ച് പറയുന്നത് നമ്മൾ മറന്നു പോവാതിരിക്കാനാണ്. ഇത്രയും നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മറവിയുണ്ടാകും, തിരിഞ്ഞു പോകും. അപ്പോൾ അതൊന്നും സംഭവിക്കാതിരിക്കാനാണ് ആവർത്തിച്ച് പറയുന്നത്. ഒരു ഉപേക്ഷയും വിചാരിക്കരുത്. കൂടെ പറഞ്ഞ് പഠിച്ചു പൊക്കോ. അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുള്ള സാധനമാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം. മധ്യപ്രദേശിലെ നമ്മൾ പഠിക്കുന്നത് ദേശീയോദ്യാനങ്ങളാണ്. ഇനി നമുക്ക് വന്യജീവി സങ്കേതങ്ങളും കടുവ സംരക്ഷണ കേന്ദ്രങ്ങളും ഒക്കെ പഠിക്കാനുണ്ട്. അതും ഇതുപോലെ പഠിക്കുമ്പോൾ എല്ലാം കൂടെ മാറിപ്പോകും. ഓക്കെ, അതുകൊണ്ട് ഇത് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. മാധവ്, പെഞ്ച്, കൻഹ്, കുനോ, സത്പുര. മാധവ്, പെഞ്ച്, കൻഹ, കുനോ, സത്പുര. മാധവ്, പെഞ്ച്, കൻഹ, കുനോ, സത്പുര. എവിടാ? മധ്യപ്രദേശ്. സഞ്ജയ് ഗാന്ധി, തഡോബ, ചന്ദോലി എവിടാ? മഹാരാഷ്ട്ര. ഹരിയാനയിൽ ഏതായിരുന്നു? സുൽത്താൻപൂർ. ഗുജറാത്തിൽ ഗിർ. അടുത്തത് ഒഡീഷയിലുള്ള 2 സിംലിപാൽ, ഭിതാർകണിക. സിംലിപാൽ, ഭിതാർകണിക. ഒഡീഷയിലെ 2 ഇങ്ങനെ പെയർ ചെയ്ത് പഠിക്കാം നമുക്ക്. സിംലിപാൽ, ഭിതാർകണിക. ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കണം. ഇവരെ ഒരുമിച്ച് പഠിക്കണം. ഇവരെ ഒരുമിച്ച് പഠിക്കണം. ഇവരെ രണ്ടുപേരും ഒരുമിച്ച് പഠിക്കണം. ഓക്കെ, സിംലിപാൽ, ഭിതാർകണിക, ഒഡീഷ. ഒന്നും കൂടെ പറഞ്ഞേ. സിംലിപാൽ, ഭിതാർകണിക, ഒഡീഷ. സിംലിപാൽ, ഭിതാർകണിക, ഒഡീഷ. ഓക്കെ ആണേ? അപ്പോൾ സിംലിപാലും ഭിതാർകണിക എവിടെ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളാണ്? ഒഡീഷയിലെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളാണ്. അടുത്തത് തെലങ്കാന. തെലങ്കാനയിലുള്ള 3 നമുക്ക് ഒരുമിച്ച് പഠിക്കാം. തെലങ്കാനയുള്ളതാണ് മഹാവീർ ഹരിന വനസ്ഥലി ദേശീയോദ്യാനം.
മഹാവീർ, ഹരിന, വനസ്ഥലി ദേശീയോദ്യാനം തെലങ്കാനയിലാണ്. അപ്പോൾ പേര് വലിയ പേരാണ്. അപ്പം നമ്മുടെ പേര് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരും. മഹാവീർ, ഹരിന, വനസ്ഥലി ദേശീയോദ്യാനം അല്ലേ, വെറൈറ്റി ആയിട്ടുള്ളൊരു പേരല്ലേ. മഹാവീർ, ഹരിന, വനസ്ഥലി ദേശീയോദ്യാനം എവിടെയാണ്? തെലങ്കാനയിലാണ്. അതിൻ്റെ കൂടെ പഠിക്കുക മൃഗവാണി ദേശീയോദ്യാനം. എവിടെയാ? തെലങ്കാനയിലാണ് മൃഗവാണി ദേശീയോദ്യാനം. അടുത്തത് കാസു സുബ്രാനന്ദ റെഡ്ഡി ദേശീയോദ്യാനം. അടുത്തത് കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി ദേശീയോദ്യാനം. ഓക്കെ, കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി ദേശീയോദ്യാനം എവിടെയാണ്? തെലങ്കാനയിലാണ്. ഓക്കെയാണ്. അപ്പോൾ തെലങ്കാനയിലുള്ള 3 ദേശീയോദ്യാനങ്ങൾ, പ്രധാനപ്പെട്ട 3 ദേശീയോദ്യാനങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്. ആദ്യത്തെ ഏതായിരുന്നു? മഹാവീർ, ഹരിന, വനസ്ഥലി ദേശീയോദ്യാനം, മൃഗവാണി ദേശീയോദ്യാനം, കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി ദേശീയോദ്യാനം. ഓക്കെയാണേ. തെലങ്കാനയിലുള്ള ദേശീയോദ്യാനങ്ങൾ ക്ലിയർ ആയോ? എന്നാ മഹാരാഷ്ട്രയിലുള്ളതെന്ന് പറഞ്ഞേടേ. സഞ്ജയ് ഗാന്ധി, തഡോബ, ചന്ദേലി. സത്പുര, കുനോ, കൻഹ, പെഞ്ച്, മാധവ് എവിടെയായിരുന്നു? മധ്യപ്രദേശിലായിരുന്നു. സിംലി പാലും പിറ്റാർ കണികയും എവിടെയായിരുന്നു? ഒഡീഷയിലായിരുന്നു. ഒഡീഷ. സെറ്റല്ലേ? ഏകദേശം ഓർമ്മയുണ്ടോ? ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുമ്പോൾ സെറ്റാവും. നമുക്ക് ബാക്കിയും കൂടെ പഠിച്ചിട്ട് ഒരു വട്ടം കൂടെ ആവർത്തിക്കാം. അടുത്തത് ആന്ധ്രാപ്രദേശ്. ശ്രീ വെങ്കടേശ്വര ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ശ്രീ വെങ്കടേശ്വര ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ശ്രീ വെങ്കടേശ്വര ദേശീയോദ്യാനം. അപ്പോൾ അതിനെ നമ്മൾ സെപ്പറേറ്റ് പഠിച്ചു വയ്ക്കുകയാണ്. അടുത്തത് കർണാടകം. കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങൾ പഠിക്കുക. ബെന്നാർഘട്ട്, നാഗർഹോള, ബന്ദിപ്പൂർ, ഖുന്ദ്രൈമുഖ്, അൻഷി. ഒന്ന് പറഞ്ഞേ. ബെന്നാർഘട്ട്, നാഗർഹോള, ബന്ദിപ്പൂർ, ഖുന്ദ്രൈമുഖ്, അൻഷി. കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളാണ്. പറ. ബെന്നാർഘട്ട്, നാഗർഹോള, ബന്ദിപ്പൂർ, ഖുന്ദ്രൈമുഖ്, അൻഷി. ഇത്രയും സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ്. അപ്പോൾ അവന്മാരെ നമ്മൾ ഒരുമിച്ച് പഠിച്ചു വയ്ക്കും. കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ ഒരിക്കൽ കൂടി കൂടെ പറഞ്ഞേ. ബെന്നാർഘട്ട്, നാഗർഹോള, ബന്ദിപ്പൂർ, ഖുന്ദ്രൈമുഖ്, അൻഷി. അടുത്തത് തമിഴ്നാട്. തമിഴ്നാട്ടിലോട്ട് പോവേണേ. പറഞ്ഞേ. ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം അല്ലെങ്കിൽ ആനമലൈ ദേശീയോദ്യാനം എന്നറിയപ്പെടും. ഗിണ്ടി ദേശീയോദ്യാനം, ഗൾഫ് ഓഫ് മന്നാർ ദേശീയോദ്യാനം, മുതുമലൈ ദേശീയോദ്യാനം. ഇത്രയും തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളാണ്. ഓക്കെ. ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം, ഗിണ്ടി ദേശീയോദ്യാനം, ഗൾഫ് ഓഫ് മാന്നാർ മറൈൻ, മുതുമലൈ ദേശീയോദ്യാനം. ഇത്രയും തമിഴ്നാട്ടിലെ ദേശീയോദ്യാനങ്ങളാണ്. എന്നാൽ കർണാടകത്തിലെ ഒരിക്കൽ കൂടെ പറഞ്ഞേ. ബെന്നാർഘട്ട്, നാഗർഹോള, ബന്ദിപ്പൂർ, ഖുന്ദ്രൈമുഖ്, അൻഷി. ആന്ധ്രാപ്രദേശിലെ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഏതെന്ന് പറയുന്നത്? ശ്രീ വെങ്കടേശ്വര ദേശീയോദ്യാനം എന്ന് പറയുന്നത്. അയാളെ നമുക്ക് സെപ്പറേറ്റ് പഠിക്കും. ഓക്കെയാണേ. അടുത്ത നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന 2 എണ്ണം പഠിക്കേണ്ട നമുക്കറിയാം. ഇരവികുളവും സൈലന്റ് വാലി എവിടെ സ്ഥിതി ചെയ്യും? കേരളത്തിലെ പ്രധാന ദേശീയോദ്യാനങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രധാനപ്പെട്ടതേ പഠിക്കുന്നുള്ളൂ. കേരളത്തിൽ ഇത് മാത്രമല്ല, ഇനിയുമുണ്ട്. ഏതുണ്ട്? പാമ്പാടും ചോലയുണ്ട്, മതിലാടും ചോലയുണ്ട്. ഓക്കെ, അങ്ങനെ ദേശീയോദ്യാനങ്ങളുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട 2 പഠിക്കുന്നുള്ളൂ, ഇരവികുളവും സൈലന്റ് വാലി. ഓക്കെയാണേ. അത് നമുക്ക് ഒരുപാട് പറയണ്ട, നമുക്ക് അറിയാമെന്നുള്ളതാണ്. ഇരവികുളം ഏത് സംസ്ഥാനത്ത് ചോദിച്ചാൽ എല്ലാവരും എഴുതും കേരളം. സൈലന്റ് വാലി ഏത് സംസ്ഥാനത്ത് ചോദിച്ചാലും എഴുതും കേരളം. ഓക്കെ. അടുത്തത് ഹിമാചൽ പ്രദേശിലെ ദേശീയോദ്യാനങ്ങളാണ്. 2 എണ്ണം പഠിക്കുക. പിൻവാലി, ഗ്രേറ്റ് ഹിമാലയൻ. പിൻവാലി, ഗ്രേറ്റ് ഹിമാലയൻ. ഹിമാചൽ പ്രദേശിലെ 2 ദേശീയോദ്യാനങ്ങളാണ് പിൻവാലി, ഗ്രേറ്റ് ഹിമാലയൻ. പിൻവാലി, ഗ്രേറ്റ് ഹിമാലയൻ. ഹിമാചൽ പ്രദേശിലെ 2 ദേശീയോദ്യാനങ്ങളാണ് പിൻവാലി, ഗ്രേറ്റ് ഹിമാലയൻ. അപ്പോൾ നമ്മളോട് ചോദിക്കും, ഗ്രേറ്റ് ഹിമാലയൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഹിമാചൽ പ്രദേശ് എന്ന് പറയണം. പിൻവാലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഹിമാചൽ പ്രദേശ് എന്ന് പറയണം. ഓക്കെ ആണേടേ? ആണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ഏതൊക്കെയായിരുന്നു? ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും കേട്ടോ. അപ്പോൾ പറയണം, പെട്ടെന്ന് പറയണേ. ഇന്ദിരാഗാന്ധി, ഗിണ്ടി, ഗൾഫ് ഓഫ് മാന്നാർ, മറൈൻ, മുതുമല. പെട്ടെന്ന് പറയണേ. ഇങ്ങനെ തിരിച്ച് വരച്ച് വെച്ചേക്കുന്ന അത് നോക്കി പെട്ടെന്ന് പറയുക. ഓക്കെ. അടുത്തത് ഉത്തരാഖണ്ഡിലെ ദേശീയോദ്യാനങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്ന് നമ്മൾ പഠിച്ചു, ഇന്ത്യയിലെ ആദ്യ ദേശീയോദ്യാനമായ ജിം കോർബറ്റ് ഉത്തരാഖണ്ഡിലാണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ. അതിൻ്റെ കൂടെ പഠിച്ചു വയ്ക്കുക വാലി ഓഫ് ഫ്ലവേഴ്സ്.
ഗംഗോത്രി, രാജാജി ഈ 4 ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഏതൊക്കെയാണ്? ജിം കോർബറ്റ്, വാലി ഓഫ് ഫ്ലവേഴ്സ്, ഗംഗോത്രി, രാജാജി ഈ 4 സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഒരിക്കൽ കൂടി പറഞ്ഞേ: ജിം കോർബറ്റ്, വാലി ഓഫ് ഫ്ലവേഴ്സ്, ഗംഗോത്രി, രാജാജി ഉത്തരാഖണ്ഡ്. ജിം കോർബറ്റ്, വാലി ഓഫ് ഫ്ലവേഴ്സ്, ഗംഗോത്രി, രാജാജി. ഓക്കെ ആണേ? ശരി, ഈ പഠിച്ച ഇത്രയൊന്നും നമുക്കൊന്ന് ആവർത്തിച്ച് നോക്കാം. ബാക്കി നമുക്ക് ഇത്രയും പഠിക്കാനുണ്ട്. ഇത്രയും ഒന്ന് ആവർത്തിച്ച് നോക്കാം. അപ്പോൾ ഞാൻ സ്റ്റേറ്റ് പറയും, നിങ്ങൾ എന്ത് ചെയ്യുക? അവിടുത്തെ പ്രധാന ദേശീയോദ്യാനങ്ങളൊന്ന് ആവർത്തിച്ച് പറയുക. ഓക്കെ ആണേ? ശരി, ആദ്യം പറഞ്ഞേ, ഹരിയാനയിലെ പ്രധാന ദേശീയോദ്യാനം ഏതാ? ഉറച്ചു പറയണേ, എല്ലാവരും പറയണേ. സുൽത്താൻപൂർ. ശരിയാണ്. ഗുജറാത്തിലേതെന്ന് പറഞ്ഞേ? പറ. ഗിർ. മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ പറഞ്ഞേടേ. സഞ്ജയ് ഗാന്ധി ദേശീയോദ്യാനം, തഡോബ ദേശീയോദ്യാനം, ചന്ദോലി ദേശീയോദ്യാനം. ഇതിനകത്ത് നമ്മുടെ തഡോബ നമ്മുടെ PVQ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? മധ്യപ്രദേശ് ഒന്ന് പറഞ്ഞേ. മധ്യപ്രദേശ് പറഞ്ഞേ. പറ 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 പറ. മാധവ്, പെഞ്ച്, കൻഹ, കുനോ, സത്പുര. ഒഡീഷയുടെ 2 പറഞ്ഞേ. ഒഡീഷ, സിംലിപാല്, ഭിതാർകണിക. തെലങ്കാനയിലെ പറഞ്ഞേ. തെലങ്കാന, മഹാവീർ, ഹരിന വനസ്ഥലി, മൃഗവാണി. അടുത്തത് കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി. ഇത് 3 എവിടെയാണ്? തെലങ്കാനയിലാണ്. ഓക്കെ അല്ലേ? അടുത്തത് ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദേശീയോദ്യാനമാണത് ശ്രീ വെങ്കടേശ്വര ദേശീയോദ്യാനം. ഓക്കെ അല്ലേ? അടുത്തത് കർണാടകത്തിലെ ദേശീയോദ്യാനങ്ങളൊന്ന് പറഞ്ഞേ. ബെന്നാർഘട്ട്, നാഗർഹോള, ബന്ദിപ്പൂർ, ഖുന്ദ്രേമുഖ്, അൻഷി. ഒന്നും കൂടാ. ബെന്നാർഘട്ട, നാഗർഹോള, ബന്ദിപ്പൂർ, ഖുന്ദ്രേമുഖ്, അൻഷി. തമിഴ്നാട്ടിലെന്ന് പറഞ്ഞേ. തമിഴ്നാട് ഇന്ദിരാഗാന്ധി, ഗിണ്ടി, ഗൾഫ് ഓഫ് മാന്നാർ, മറൈൻ, മുതുമലൈ തമിഴ്നാട്ടിലെ ദേശീയോദ്യാനങ്ങളാണ്. അടുത്തത് പഠിക്കേണ്ട, നമുക്കറിയാം, ഇരവികുളം, സൈലന്റ് വാലി, കേരളം. പിൻവാലിയും ഗ്രേറ്റ് ഹിമാലയനും എവിടെ? ഹിമാചൽ പ്രദേശിൽ. എന്നാൽ പറ, ഉത്തരാഖണ്ഡിലെ ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെ? ജിം കോർബറ്റ് ദേശീയോദ്യാനം, വാലി ഓഫ് ഫ്ലവേഴ്സ്. അടുത്തത് പറഞ്ഞേ. ഗംഗോത്രി. അടുത്തത് രാജാജി. ഒക്കെയാണേ? ഒരുവിധം സെറ്റായേ? ഒരുവിധമേ സെറ്റാവൂ, അറിയാം. ഒരുവിധം ഒക്കെ ആയില്ലേ? അടുത്ത നോക്കുക. ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളാണ്. ഒന്ന് സലീം അലി ദേശീയോദ്യാനവും ഡച്ചിങ്ഹാം ദേശീയോദ്യാനവും. മറക്കരുത്, വളരെ പ്രധാനപ്പെട്ട 2 സലീം അലി ദേശീയോദ്യാനം, ഡച്ചിങ്ഹാം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ഓക്കെ, അപ്പോൾ ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളാണ് സലീം അലി ദേശീയോദ്യാനവും ഡച്ചിങ്ഹാം ദേശീയോദ്യാനവും. എങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു വച്ചിട്ടുണ്ട് ഹെമിസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലഡാക്കിലാണ്. ഹെമിസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ് അല്ലേ? ഹെമിസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലഡാക്കിലാണ്. എങ്കിൽ ദുദുവ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയുക ഉത്തർപ്രദേശാണ്. ദുദുവ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ പറയുക ഉത്തർപ്രദേശാണ്. ദുദുവ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഹെമിസ്. ഓക്കെ, അപ്പോൾ അതിന് രണ്ടിനെ നമുക്ക് ഈ 3 ഒരുമിച്ച് പഠിക്കാം. ഛത്തീസ്ഗഡും കൂടെ പഠിച്ചു വയ്ക്കാം. ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദേശീയോദ്യാനമാണ് ഇന്ദ്രാവതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹെമിസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ദുദുവ ഉത്തർപ്രദേശിലാണ്. വാത്മീകി ബീഹാറിലാണ്. ഛത്തീസ്ഗഡ് ഇന്ദ്രാവതിയിലാണ്. ഛത്തീസ്ഗഡിലാണ് ഇന്ദ്രാവതി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹെമിസ് നാഷണൽ പാർക്ക് ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്നു. ദുദുവ നാഷണൽ പാർക്ക് ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. വാത്മീകി ബീഹാറിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ദ്രാവതി ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, ഒരിക്കൽ കൂടി പറയുക. ഹെമിസ് നാഷണൽ പാർക്ക് ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്നു. ദുദുവ ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. വാത്മീകി ബീഹാറിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ദ്രാവതി ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ ആണേ? അടുത്തത് പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന 2 ദേശീയോദ്യാനങ്ങൾ പഠിക്കുക. ഒന്ന് ഈ സുന്ദർബൻ ദേശീയോദ്യാനം. ഇത് പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം പശ്ചിമ ബംഗാളിലാണ്. അത് നമ്മളിനി ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. സുന്ദർബൻ ഡെൽറ്റയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സുന്ദർബൻ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. അതിൻ്റെ കൂടെ ബുക്സ ദേശീയോദ്യാനം കൂടെ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ സുന്ദർബൻ ദേശീയോദ്യാനം,
ബുക്സ ദേശീയോദ്യാനം ഇവ രണ്ടും സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഓക്കെ, സുന്ദർബൻ ദേശീയോദ്യാനം, ബുക്സ ദേശീയോദ്യാനം ഇവ രണ്ടും സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാൾ സ്ഥിതി ചെയ്യുന്ന രണ്ട് ദേശീയോദ്യാനങ്ങളാണ് സുന്ദർബനും ബുക്സയും. ഓക്കെ, അടുത്തത് ആസാമിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങൾ നോക്കൂ. കാസിരംഗ, മനാസ്, ദിഹിങ് പട്കായ് ഈ മൂന്നെണ്ണം സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. കാസിരംഗ, മനാസ്, ദിഹിങ് പട്കായ് ആസാമിൽ സ്ഥിതി ചെയ്യുന്ന 3 ദേശീയോദ്യാനങ്ങളാണ്. ഏതൊക്കെ? കാസിരംഗ, മനാസ്, ദിഹിങ് പട്കായ്. ഒന്നും കൂടെ, കാസിരംഗ, മനാസ്, ദിഹിങ് പട്കായ്. നമ്മൾ ആ തുടങ്ങിയപ്പോൾ ഉള്ള ആവേശം പലർക്കും ഇപ്പോൾ കിട്ടടങ്ങി കാണും. കാര്യം കുറേ ആയതുകൊണ്ടാണ്. കുഴപ്പമില്ല, ഒരിക്കൽ കൂടി നമുക്ക് ആവർത്തിക്കാം. മനസ്സിൽ പറഞ്ഞ് തറവാക്കി പഠിച്ചു പോയാൽ മതി. അപ്പോൾ സലീം അലിയും ഡച്ചിങ്ഹാമും എവിടെയായിരുന്നു? ജമ്മു കാശ്മീരിലായിരുന്നു. ഹെമിസ് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഹെമിസ് ലഡാക്കില. ദുദുവ എവിടെയാ? എല്ലാവരും പറയണേ, കൂടെ പറയണേ. ദുദുവ എവിടെയാ? ഉത്തർപ്രദേശ്. വാൽമീകി എവിടെയാണ്? വാൽമീകി നാഷണൽ പാർക്ക് ബീഹാറിലാണ്. ഇന്ദ്രാവതി നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താ? ഛത്തീസ്ഗഡിലാണ് അല്ലേ. എന്നാൽ സുന്ദർബനും ബുക്സയും ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ പറയുക പശ്ചിമ ബംഗാളിലാണ്. എന്നാൽ ആസാമിൽ സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞേ, ആസാമിൽ സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെയാ? കാസിരംഗയുണ്ട്, മനസ്സുണ്ട്, ദിഹിങ് പട്കായി ഉണ്ട്. എങ്കിൽ കാഞ്ചൻജംഗ ദേശീയോദ്യാനം, കാഞ്ചൻജംഗ പർവ്വതത്തെ പറ്റിയൊക്കെ നമ്മൾ വിശദമായി പഠിച്ചതാണ് അല്ലേ. എങ്കിൽ കാഞ്ചൻജംഗ ദേശീയോദ്യാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സിക്കിമാണ്. കാഞ്ചൻജംഗ ദേശീയോദ്യാനം സിക്കിമാണ്. സിക്കിം. കാഞ്ചൻജംഗ ദേശീയോദ്യാനം എവിടെയാണെന്ന് ചോദിച്ചാൽ സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ഓക്കെ, അടുത്തത് അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന 2 പേരെ ഒരുമിച്ച് പഠിച്ചു വച്ചേക്കുക. മൗളിംഗ് ദേശീയോദ്യാനവും നന്ദബ ദേശീയോദ്യാനവും അരുണാചൽ പ്രദേശിലാണ്. മൗളിംഗ് ദേശീയോദ്യാനവും നന്ദബ ദേശീയോദ്യാനവും അരുണാചൽ പ്രദേശിലാണ്. ഓക്കെ, അടുത്ത നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒഴുകുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്ന കെയ്ബുൾ ലംചാവോ മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒഴുകുന്ന ദേശീയോദ്യാനമായ കെയ്ബുൾ ലംചാവോ സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. എങ്കിൽ മുർലൻ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? മുർലൻ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മിസോറാം. മുർലൻ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മിസോറാമിലാണ്. നോക്രക്ക് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. നോക്രക്ക് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലും ഇന്ദാക്കി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് നാഗാലാൻഡിലുമാണ്. ഓക്കെ, ഇന്ദാക്കി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് നാഗാലാൻഡിലുമാണ്. ഇന്ദാക്കി ദേശീയോദ്യാനം നാഗാലാൻഡ്, നോക്രക്ക് ദേശീയോദ്യാനം മേഘാലയ. അപ്പം മേഘത്തെ നോക്കുന്നു, അങ്ങനെ ഓർമ്മിച്ച് വെച്ചിരിക്കണം. മേഘത്തെ നോക്കുന്നു. അപ്പോൾ നോക്രക്ക് ദേശീയോദ്യാനം നോക്കുക, മേഘത്തെ നോക്കുന്നു, മേഘാലയ. ഇന്ദാക്കി ദേശീയോദ്യാനം നാഗാലാൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ്. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ്. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ആളുകളെ നമ്മൾ ഒരിക്കൽ കൂടി പറയാൻ പോവുകയാണ്. താഴെന്ന് മേലോട്ട് പറയാം. പറഞ്ഞേ, മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ആൻഡമാൻ നിക്കോബാറിലാണ്. ഇന്ദാക്കി ദേശീയോദ്യാനം എവിടെയാ? നാഗാലാൻഡിലാണ് അല്ലേ. മേഘാലയയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഏത്? നോക്രക്ക്. മുർലൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാ? മുർലൻ മിസോറാമിലാണ്. കെയ്ബിൾ ലംചാവോ ഓൾറെഡി പഠിച്ചു, മണിപ്പൂർ. അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന 2 പേര് ആരൊക്കെയാ? മൗളിങ്ങും നന്ദഭയുമാണ്. ഓക്കെ, കാഞ്ചൻജംഗ എവിടെയായിരുന്നു? കാഞ്ചൻജംഗ സിക്കിമിലായിരുന്നു അല്ലേ. എന്നാൽ പറ, കാസിരംഗ, പട്കായി, ദിഹിങ് പട്കായി, മനാസ് ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അസാമിലാണ് അല്ലേ. കാസിരംഗ, മനാസ്, ദിഹിങ് പട്കായി സ്ഥിതി ചെയ്യുന്നത് അസാമിലാണ്. സുന്ദർബനും ബുക്സയും സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? പശ്ചിമ ബംഗാളിലാണ്. ഹെമിസ്, ദുദുവ, വാൽമീകി, ഇന്ദ്രാവതി ഇവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇത് എല്ലാം സ്ഥിതി ചെയ്യുന്നത് പല പല സംസ്ഥാനത്താണ് അല്ലേ. ഹെമിസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലഡാക്കിലാണ്. ദുദുവ സ്ഥിതി ചെയ്യുന്നതോ? ഉത്തർപ്രദേശ്. വാൽമീകി ബീഹാർ, ഇന്ദ്രാവതി ഛത്തീസ്ഗഡ്. സലീം അലിയും ഡച്ചിങ്ഹാമും ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെയാണ്. ശരി, അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും. ഓക്കെയാണേ? ഒരുവിധം കണക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നില്ലേ? പെട്ടെന്ന് ആലോചിക്കാൻ പറ്റുന്നില്ല. നമുക്ക് റാൻഡമായിട്ട് കുറച്ച് ചോദിച്ചു നോക്കാം. ഉത്തരങ്ങൾ ചുമ്മാ പറഞ്ഞു നോക്കുക. തടോബ എവിടെയാണെന്ന് പറഞ്ഞേ. തടോബ
യെസ്, വെരി ഗുഡ്. മഹാരാഷ്ട്ര എല്ലാവരും പറയുന്നുണ്ട്. സിംലിപാലെ പറഞ്ഞ സിംലിപാലെ സംസ്ഥാനത്താ? ഒഡീഷയിലാണ് സിംലിപാലെ. എന്നാൽ കൻഹ എവിടെയാ? കൻഹ മധ്യപ്രദേശാണേ. ഗിർ എവിടെയെന്ന് പറഞ്ഞ ഗിർ 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 പറ. ഗുജറാത്ത്. വെരി ഗുഡ്, ഗുജറാത്ത്. കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി എവിടെയുടെ? കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി പെട്ടെന്ന് പറ. തെലങ്കാന. കണ്ട, കിട്ടുന്നില്ലേ? ഇത്രയേ ഉള്ളൂ, കിട്ടും, ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, എവിടെ? ഇരവികുളം സംസ്ഥാനത്താണ്. ഇരവികുളം, കേരളം. എങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ മറൈൻ എവിടെയാണ്? പറ. തമിഴ്നാട്. ബെന്നാർഘട്ട് നാഗർഹോള എവിടെയാ? കർണാടക. എങ്കിൽ ജിം കോർബറ്റ് എവിടെയാണ്? ജിം കോർബറ്റ് നമുക്കറിയാം, ഉത്തർപ്രദേശിലല്ലേ. ഗംഗോത്രി എവിടെയായിരുന്നു? ജിം കോർബറ്റ് ഉത്തരാഖണ്ഡ്. ജിം കോർബറ്റ് എവിടെയാണ്? ഉത്തരാഖണ്ഡ്. ഗംഗോത്രി എവിടെയാണ്? ഉത്തരാഖണ്ഡിൽ തന്നെയാണ്. എങ്കിൽ പിൻവാലി എവിടെയാ? പിൻവാലി പറഞ്ഞേ. പിൻവാലി. യെസ്, വെരി ഗുഡ്. ഹിമാചൽ പ്രദേശ്. കൊള്ളാം, എല്ലാവരും പറയുന്നുണ്ട്, എളുപ്പം. എങ്കിലേ ശ്രീ വെങ്കടേശ്വര ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിൽ തന്നെയാണ്. കൊള്ളാം, എല്ലാവരും പറയുന്നുണ്ട്, എളുപ്പം. ശരി. അടുത്ത നോക്കട്ടെ. ഈ ഡച്ചിങ്ഹാം എവിടെയാണ്? ഡച്ചിങ്ഹാം ജമ്മു കാശ്മീരിലാണല്ലേ. ഹെമിസ് എവിടെയായിരുന്നു? ഹെമിസ് ലഡാക്കിലായിരുന്നു. എവിടെയാണ് സുന്ദർബൻ സ്ഥിതി ചെയ്യുന്നത്? സുന്ദർബൻ ദേശീയോദ്യാനം പശ്ചിമ ബംഗാൾ. ഓക്കെ. കാഞ്ചൻജംഗ ദേശീയോദ്യാനം എവിടെയായിരുന്നു? കാഞ്ചൻജംഗ പറ. സിക്കിം. എങ്കിൽ കാസിരംഗയും മനാസും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസിരംഗയും മനാസും ആസാമിലാണേ. ഓക്കെ അല്ലേ. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണേ? ആൻഡമാൻ. ഓക്കെ അല്ലേ. ഒരുവിധമൊക്കെ പറയാൻ പറ്റുന്നില്ലേ? കേബിൾ ലംജാവ് എവിടെയായിരുന്നു? മണിപ്പൂരായിരുന്നു. നോക്രക്ക് ദേശീയോദ്യാനം എവിടെയാണ്? നോക്രക്ക് ദേശീയോദ്യാനം മേഘത്തെ നോക്കട്ട്, മേഘാലയ. കിട്ടുന്നില്ലേ? കുറേയൊക്കെ പറയാൻ പറ്റുന്നില്ലേ? ശരി, അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഈ പറഞ്ഞത് ഏകദേശം എല്ലാവർക്കും സെറ്റായി എന്ന് വിചാരിക്കുന്നു. പഠിച്ചു വയ്ക്കുക. ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന മേഖലയാണ്. ഇതിനകത്ത് ഏതെങ്കിലും ദേശീയോദ്യാനം തന്നിട്ട് ഏത് സ്റ്റേറ്റ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ കുറച്ച് ദേശീയോദ്യാനങ്ങൾ തന്നിട്ട് ഇത് ഏത് സ്റ്റേറ്റിൽ വരുന്നതാണെന്ന് ചോദിക്കാം. ഓക്കെ, എങ്ങനെ വേണോ ചോദിക്കാം. ഏത് ചോദിച്ചാലും തെറ്റിക്കാതെ എഴുതുക. ഓക്കെ അല്ലേ? ശരി, അടുത്തത് ഈ ദേശീയോദ്യാനങ്ങളും അവയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളുമാണ്. അൻഷി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്തായിരുന്നേ? നോക്കട്ടെ. അൻഷി ദേശീയോദ്യാനം കർണാടകയല്ലേ. അപ്പോൾ അൻഷി ദേശീയോദ്യാനത്തിൽ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് കാളി നദി എന്ന് പറയുന്നത്. കാളി നദി. അപ്പോൾ അൻഷി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി ഏത് എന്ന് ചോദിച്ചാൽ പറയേണ്ട ഉത്തരം കാളി നദി എന്നാണ്. എന്നാൽ ദിബ്രു സൈക്കോവ എന്ന് പറയുന്ന ദേശീയോദ്യാനത്തിൽ ഒഴുകുന്ന നദികളാണ് ബ്രഹ്മപുത്രയും ലോഹിത്തും. ഓക്കെ, ദിബ്രു സൈക്കോവ എന്ന് പറയുന്ന ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദികളാണ് ബ്രഹ്മപുത്ര, ലോഹിത് എന്നീ നദികൾ. അടുത്തത് ശ്രദ്ധിച്ച് കേട്ടോ, ചെവിയൊക്കെ കൂർപ്പിച്ച് വെച്ച് കേട്ടോ. കേബിൾ ലംജാവോ ദേശീയോദ്യാനത്തിൽ ഒഴുകുന്ന നദിയാണ് ലോക്തക് നദി. കേബിൾ ലംജാവോ ദേശീയോദ്യാനം എവിടെ? മണിപ്പൂരിലാണ്. അതിലൂടെ ഒഴുകുന്ന ദേശീയോദ്യാനമാണ് ലോക്തക് നദി. അപ്പോൾ ആദ്യം പറഞ്ഞ 3 ഒഴുകുന്ന നദികൾ ഞാൻ ഒരിക്കൽ കൂടെ പറയാം. നല്ല ശ്രദ്ധിച്ച് ഫുള്ള് ശ്രദ്ധ ഇതിൽ കൊടുത്ത് കേൾക്കുക. അൻഷി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കാളി. ദിബ്രു സൈക്കോവ ദേശീയോദ്യാനത്തിൽ ഒഴുകുന്ന നദികൾ ബ്രഹ്മപുത്രയും ലോഹിത്തുമാണ്. കേബിൾ ലംജാവോ ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ലോക്തക് നദി. എന്നാൽ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദികളാണ് കബനിയും മോയാറും. കബനി നദി ഉറപ്പായും പഠിച്ചു വയ്ക്കുക. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയാണ് കബനിയും മോയാറും. എന്നാൽ ഓൾറെഡി നമ്മൾ നദികൾ പഠിച്ചപ്പോൾ പഠിച്ചതാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏത്? റാംഗംഗ നദിയാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി. ഗിർ ദേശീയോദ്യാനത്തിൽ ഒഴുകുന്ന നദിയാണ് ഹിരൺ നദി. ഗിർ ദേശീയോദ്യാനത്തിൽ ഒഴുകുന്ന നദി ഏതാണ്? ഹിരൺ നദിയാണ്. ഗംഗോത്രി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഗംഗാ നദി. ഗംഗോത്രി ദേശീയോദ്യാനത്തിൽ ഒഴുകുന്ന നദിയുടെ പേരാണ് ഗംഗാ നദി. ഇരവികുളം ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ഇരവികുളം ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ്. കാസിരംഗ നാഷണൽ പാർക്കിൽ ഒഴുകുന്ന നദി ബ്രഹ്മപുത്രയാണ്. ഓക്കെ, അപ്പോൾ കാസിരംഗ നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ പറയണം ബ്രഹ്മപുത്ര. ഇരവികുളത്തോടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ പറയുക പാമ്പാർ. ഗംഗോത്രി ദേശീയോദ്യാനത്തിൽ ഒഴുകുന്ന നദിയാണ് ഗംഗ. ഓക്കെ, എങ്കിൽ ഗിർ ദേശീയോദ്യാനത്തിൽ ഒഴുകുന്ന നദി ഏതാ? ഹിരൺ നദി. ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ പറയുക അത് റാംഗംഗയാണ്. അൻഷി ദേശീയോദ്യാനത്തിൽ ഒഴുകുന്ന നദിയാണ് കാളി. ദിബ്രു സൈക്കോവ ദേശീയോദ്യാനത്തിൽ ഒഴുകുന്ന നദികൾ ലോഹിതും ബ്രഹ്മപുത്രയുമാണ്. കേബിൾ ലംജാവയിലൂടെ ഒഴുകുന്ന നദിയാണ് ലോക്തക്. ഓക്കെ അല്ലേ?
കബനിയും മോയാറും ബന്ദിപ്പൂർ നാഷണൽ പാർക്കിലൂടെയാണ് ഒഴുകുന്നത്. ഓക്കെ, അപ്പോൾ ദേശീയോദ്യാനവും അവയിലൊഴുകുന്ന പ്രധാന നദികളും നമ്മൾ പഠിച്ചു. ഇനി പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളും അവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗങ്ങളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. നോക്കുക, ഗിർ ദേശീയോദ്യാനം. ഗിർ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏഷ്യൻ സിംഹമാണ്. അപ്പോൾ ഗിർ ദേശീയോദ്യാനം ഗുജറാത്തിലാണ്. ഈ ഗുജറാത്തിലുള്ള ഗിർ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏഷ്യൻ സിംഹങ്ങളാണ്. ഇന്ത്യയിൽ ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കപ്പെടുന്ന ദേശീയോദ്യാനം ഗിർ ദേശീയോദ്യാനം മാത്രമേ ഉള്ളൂ. കേട്ടോ. അടുത്തത് നന്ദൻകാനം ദേശീയോദ്യാനം. നന്ദൻകാനം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വെള്ളക്കടുവകളാണ്. അപ്പോൾ വെള്ളക്കടുവകളെ സംരക്ഷിക്കപ്പെടുന്ന ദേശീയോദ്യാനമാണ് നന്ദൻകാനം ദേശീയോദ്യാനം. വെള്ളക്കടുവകളെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ തിരുവനന്തപുരം മൃഗശാലയിൽ പോയാൽ ഒരു വെള്ളക്കടവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടാകുന്ന അറിയാൻ വയ്യ. അപ്പോൾ അവിടെ പോയാൽ കാണാം. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ എവിടെ പോകണം? നന്ദൻകാന ദേശീയോദ്യാനത്തിൽ പോകണം. ബാക്കി സൂലൊക്കെ കാണാം കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും നന്ദൻകാന ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വെള്ളക്കടുവകളാണ്. ഡച്ചിങ്ഹാം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ്മീരി മാനുകളെ സംരക്ഷിക്കപ്പെടുന്ന ദേശീയോദ്യാനമാണ് ഡച്ചിങ്ഹാം. ഓക്കെ, അപ്പോൾ ഗിർ ദേശീയോദ്യാനത്തിൽ ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കപ്പെടുന്നു. നന്ദൻകാനം ദേശീയോദ്യാനത്തിൽ വെള്ളക്കടുവകളെ സംരക്ഷിക്കപ്പെടുന്നു. ഡച്ചിങ്ഹാം ദേശീയോദ്യാനത്തിൽ കാശ്മീരി മാനുകളെ സംരക്ഷിക്കപ്പെടുന്നു. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തെ സംരക്ഷിക്കപ്പെടുന്ന ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചാൽ പറയുക കാസിരംഗ ദേശീയോദ്യാനമാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാസിരംഗ ദേശീയോദ്യാനമാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കപ്പെടുന്ന ദേശീയോദ്യാനം. ഓക്കെ, എങ്കിൽ കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമേത്? സംഘായി മാനുകൾ. കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് സംഘായി മാനുകൾ. ഓക്കെ ആണേ. അപ്പോൾ ഇപ്പോൾ പഠിച്ച 5 എണ്ണം ഒന്നും കൂടി പറയാം. നിങ്ങൾ പറയണേ, കൂടെ പറയണേ. ഗിർ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗത്തിന്റെ പേര് പറഞ്ഞേ. ഏഷ്യൻ സിംഹം. ഏഷ്യൻ സിംഹം. നന്ദൻകാന ദേശീയോദ്യാനം പറഞ്ഞേ വെള്ളക്കടുവ. ഡച്ചിങ്ഹാം പറഞ്ഞേ ഡച്ചിങ്ഹാം. അതെ അതെ അതെ, കാശ്മീരി മാനുകൾ തന്നെയാണ്. കാസിരംഗയിലെ മൃഗം എന്ന് പറഞ്ഞേടാ. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. കെയ്ബുൾ ലംജാവോയിൽ ആരെ സംരക്ഷിക്കപ്പെടുന്നു? സംഘായി മാനുകളെ സംരക്ഷിക്കപ്പെടുന്നു. എല്ലാവരും പറയുന്നുണ്ടോ? ശരി. അടുത്തത് നോക്രക്ക് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതെന്ന് ചോദിച്ചാൽ ചുവപ്പൻ പാണ്ടകളെയാണ്, അല്ലെങ്കിൽ ചുവന്ന പാണ്ടകളെ സംരക്ഷിക്കപ്പെടുന്ന ദേശീയോദ്യാനമാണ് നോക്രക്ക്. ഈ നോക്രക്ക് ഏത് സ്റ്റേറ്റിലാണെന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. മേഘത്തെയാണ് നോക്കുന്നത് അല്ലേ? അപ്പോൾ മേഘാലയയിലെ നോക്രക്ക് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ചുവന്ന പാണ്ടകളെയാണ്. എങ്കിൽ കിയോലാഡിയോ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് സൈബീരിയൻ ക്രെയിൻ, അല്ലെങ്കിൽ കൊക്ക് വിഭാഗത്തിൽപ്പെട്ടൊരു ജീവിയാണ് സൈബീരിയൻ ക്രെയിൻ. ഇവയെ സംരക്ഷിക്കപ്പെടുന്ന ദേശീയോദ്യാനമാണ് കിയോലാഡിയോ ദേശീയോദ്യാനം. ഓക്കെ, കിയോലാഡിയോ ദേശീയോദ്യാനം ഒരു സൈബീരിയൻ ക്രെയിനെ സംരക്ഷിക്കപ്പെടുന്ന ദേശീയോദ്യാനമാണ്. നമ്മുടെ ഈ വന്യജീവി സങ്കേതങ്ങളെയും പക്ഷി സങ്കേതങ്ങളെയും ഒക്കെ പിന്നീട് ദേശീയോദ്യാനങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ശരിക്കും കിയോലാഡിയോ ഒരു പക്ഷി സങ്കേത കേന്ദ്രമാണ്, പിന്നെ ദേശീയോദ്യാനമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പക്ഷി സങ്കേതത്തിൽ ഇയാളെ പഠിക്കും. ഓക്കെ, അടുത്തത് കുനോ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ചീറ്റയാണ്. മധ്യപ്രദേശിലാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന കുനോ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ചീറ്റയാണ്. കുനോ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ചീറ്റയാണ്. മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമീബിയയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ചീറ്റകളെ കൊണ്ടുവന്ന് പാർപ്പിച്ച ഇന്ത്യയിലെ ദേശീയോദ്യാനമാണ് എന്ന് പറയുന്നത് കുനോ ദേശീയോദ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ നമീബിയയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ചീറ്റകളെ കൊണ്ടുവന്ന് നമ്മുടെ കുനോ ദേശീയോദ്യാനത്തിൽ പാർപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചീറ്റകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദേശീയോദ്യാനമായിട്ട് കുനോ ദേശീയോദ്യാനം മാറുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ജീവികളെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ നിലനിർത്തി സംരക്ഷിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ തന്നെ ആവാസ വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് കാടും കാട്ടിനകത്തുള്ള ഈ ജീവജാലങ്ങളും വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ജീവികളെയൊക്കെ ഇങ്ങനെ നമ്മൾ സംരക്ഷിച്ച് പോകുന്നത്. ഇവയൊക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. കേട്ടോ ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം, പെട്ടെന്ന് പറയണം. അപ്പോൾ ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കപ്പെടുന്ന ദേശീയോദ്യാനമാണ് ഏത്? ഗിർ. വെള്ളക്കടുവകൾ സംരക്ഷിക്കപ്പെടുന്ന ദേശീയോദ്യാനമാണ് നന്ദൻകാനം. കാശ്മീരി മാനുകളെ സംരക്ഷിക്കപ്പെടുന്ന ദേശീയോദ്യാനമാണ് ഡച്ചിങ്ഹാം എന്ന് പറയുന്നത്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തെ സംരക്ഷിക്കപ്പെടുന്ന ദേശീയോദ്യാനം കാസിരംഗയാണ്. സംഘായി മാനുകളെ സംരക്ഷിക്കപ്പെടുന്ന ദേശീയോദ്യാനമാണ് ഏതെന്ന് പറയുന്നത്? കെയ്ബുൾ ലംജാവോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നോക്രക്ക് ദേശീയോദ്യാനത്തിൽ ആരെ സംരക്ഷിക്കപ്പെടുന്നു?
അതെ, ചുവന്ന പാണ്ടകളെ. സൈബീരിയൻ ക്രെയിൻ അല്ലെങ്കിൽ സൈബീരിയൻ കൊക്കിനെ സംരക്ഷിക്കപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? കിയോലാഡിയോ എന്നാണ്. ചീറ്റയെ സംരക്ഷിക്കപ്പെടുന്ന ദേശീയോദ്യാനം ഏതാ? കുനോ ദേശീയോദ്യാനം, മധ്യപ്രദേശ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ, അവയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, ഓരോ ദേശീയോദ്യാനത്തിൻ്റെയും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, ഓരോ ദേശീയോദ്യാനത്തിലും ഒഴുകുന്ന നദികൾ, പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഒക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇവയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒരു ഭാഗം നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും സംശയമില്ലാതെ ഒറ്റയടിക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിൽ ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. അടുത്ത ഇതിൻ്റെ ബാക്കി വന്യജീവി സങ്കേതങ്ങൾ, പക്ഷി സങ്കേതങ്ങൾ, ബയോസ്ഫിയർ റിസർവുകൾ, അവയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുമായി മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.